Okay, in two-port parameters, we have to study only 4 parameters. Out of 6, we have to study only 4 parameters. Okay, they are Z parameter, Y parameter, transmission or T parameters, ABCD parameters എന്നൊക്കെ പറയും, and also hybrid or H parameters. അവിടെ ഇനി രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട്, ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ പാരാമീറ്ററും അതുപോലെ തന്നെ ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സും. അത് നമുക്ക് സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. സെറ്റ് പാരാമീറ്റേഴ്സും അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റേഴ്സ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് ഓർ വൈ പാരാമീറ്റേഴ്സ്, ABCD പാരാമീറ്റേഴ്സ് ഓർ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇൻപുട്ട് പോർട്ടിൽ നിന്ന് ഒരു വോൾട്ടേജും ഔട്ട്പുട്ട് പോർട്ടിൽ നിന്ന് കറണ്ട് എടുത്തു. അപ്പോൾ V1 and I2, input port voltage and output port current V1 and I2 are expressed in terms of I1 and V2. അതായത് 1 2 1 2 എന്നുള്ള ഓർഡർ ഫോളോ ചെയ്യുക. V1 I2 is expressed in terms of I1 V2. That is hybrid parameters. അപ്പോൾ നമുക്ക് V1 I1 കോളം മാട്രിക്സ് എഴുതാം, is equal to hybrid H11 H12 H21 H22 into output parameter matrix, hybrid parameter matrix, I1 V2. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഇത് ഓരോ പാരാമീറ്റേഴ്സും ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കാം. എങ്ങനെ നമുക്ക് ഇൻഡിവിജ്വൽ H പാരാമീറ്റേഴ്സ് ക്യാൻ ബി ഡിഫൈൻഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് V2 ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ I1 0 ആക്കണം, സിമിലർലി V2 0 ആക്കണം. V2 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് പോർട്ട് വോൾട്ടേജ് ആണ് 0 ആക്കണമെങ്കിൽ ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അപ്പോൾ വെൻ ഔട്ട്പുട്ട് പോർട്ട് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് V2 ഈസ് 0. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ 1 and 2 ജനറൽ എക്സ്പ്രഷൻ ഫോർ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ? V1 ഈക്വൽ ടു H11 I1, V1 ഈക്വൽ ടു H11 I1, V2 is equal പ്ലസ് H12 V2. സിമിലർലി I2 is equal to രണ്ടാമത്തെ H21 I1 പ്ലസ് H22 I2. ഇതിനകത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ V2 0 ആകുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. V2 0 ആകുമ്പോൾ ഈ സെക്കൻഡ് ടൈം മിസ്സിങ് ആവും. അപ്പോൾ H11 ഈക്വൽ ടു V1 ബൈ I1. സിമിലർലി രണ്ടാമത്തെ ഇക്വേഷന് H21 ഇസ് ഈക്വൽ ടു I2 ബൈ I1. നമുക്കിതൊരു ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, ഒരു കറണ്ട് ഗെയിനാണ്. ഇത് വോൾട്ടേജ് ബൈ കറണ്ടാണ്, ഇംപിഡൻസ് ആണ്. ഇത് ഇൻപുട്ട് സൈഡിലായതുകൊണ്ട് നമുക്ക് ഇതിനെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയാം. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംപിഡൻസ് H11 നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട്. വോൾട്ടേജ് ബൈ കറണ്ട് അല്ലേ. V2 ഈസ് ഈക്വൽ ടു 0. രണ്ട് കണ്ടീഷനിലും V2 0 ആണ്, അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണ്. അതിന് ഔട്ട്പുട്ട് പോർട്ട് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്, V2 ഈസ് 0. അതിൽ H11 ഈക്വൽ ടു V1 ബൈ I1. H11 എന്ന് നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംപിഡൻസ്. സിമിലർലി H21 നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കറണ്ട് ബൈ കറണ്ടാണ്, ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. അപ്പോൾ നമുക്ക് ഫോർവേഡ് കറണ്ട് ഗെയിൻ, നേരെ തിരിച്ചതിന് സമയത്ത് റിവേഴ്സ് കറണ്ട് ഗെയിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഫോർവേഡ് കറണ്ട് ഗെയിൻ. സിമിലർലി നമുക്ക് രണ്ടാമത്തെ ഔട്ട്പുട്ട് വേരിയബിൾ I1 0 ആവണം. I1 0 ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 ഈസ് എ കറണ്ട് 0 ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. I1 ഈക്വൽ ടു 0, അതായത് ഇൻപുട്ട് ഓപ്പൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ട് V1 ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2. അപ്പോൾ I1 0 ആയതുകൊണ്ട് നമുക്ക് V1 is equal to H12 V2. അതിന് H12 is equal to V1 by V2 when I1 equal to 0. അപ്പോൾ നമുക്ക് H12ൻ്റെ എക്സ്പ്രഷൻ കിട്ടി. V1 by V2 ഒരു വോൾട്ടേജ് റേഷ്യോ ആണ്, പക്ഷേ ഇൻപുട്ട് വോൾട്ടേജ് ആദ്യം. അപ്പോൾ നമുക്ക് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയാം. റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ വെൻ എന്താണ് ഓപ്പൺ സർക്യൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത്, ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. സിമിലർലി
H22 നമുക്ക് കണ്ടുപിടിക്കാം. When substitute I1 equal to 0 in equation 2, H22 is equal to I2 by V2 when I1 equal to 0. അപ്പോൾ റേഷ്യോ നോക്കുക. റേഷ്യോ is H22 is the ratio between current and voltage, outputs current and output voltage. Ratio between current and voltage we can term it as admittance. It comes in output side, output terminal. That's why we can call H22 as open circuit output admittance. Open circuit output admittance. Okay, these four parameters H11, H12, H21, H22, അതായത് ഇൻപുട്ട് ഇംപിഡൻസ്, കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ റിവേഴ്സ് ആണ്, കറണ്ട് ഗെയിൻ ഫോർവേഡ് ആണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ്, അതായത് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. ഇത്രയും പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വി നീഡ് ടു ഡ്രോ ദ ഇക്വലന്റ് സർക്യൂട്ട് ഫോർ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്. ഇക്വലന്റ് സർക്യൂട്ട് ഫോർ ഹൈബ്രിഡ് പാരാമീറ്റർ. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിക്കുക, H11 വരുന്നത്, അതായത് V1 ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2. ഓക്കെ, ഹിയർ ദിസ് ടൈം ഒരു വോൾട്ടേജ് ടൈം ആവണം. രണ്ട് വോൾട്ടേജ് കൂടി കൂട്ടിയാലല്ലേ ഒരു വോൾട്ടേജ് കിട്ടുക. ഇതും ഒരു വോൾട്ടേജ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് VX VY എന്ന് നോക്കാം. എങ്ങനെയാണ് രണ്ട് വോൾട്ടേജ് റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. ഇതൊരു ഇംപിഡൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. H11 is an ഇംപിഡൻസ് ഇൻറ്റു കറണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഫിഗർ നെക്സ്റ്റ് പേജിലുണ്ട് ഒരു ഇംപിഡൻസ്. ആ ഇംപിഡൻസിന് H11 ഇൻപുട്ട് സൈഡിലെ ഇൻപുട്ട് ഇംപിഡൻസ്. ദെൻ അത് കൂടെ പോകുന്ന കറണ്ട് ടെർമിനൽ 1 കറണ്ട് ഓൾറെഡി I1 ആണ്. ദെൻ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്, ഒരു വോൾട്ടേജ് സോഴ്സ്. അതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? V2നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് H12 V2 എന്ന് പറയാം. ഈ സൈഡിലെ വോൾട്ടേജ് ഈസ് V1. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോർഷൻ ഇൻപുട്ട് ടെർമിനൽ വരച്ച് കഴിഞ്ഞു. ഇനി ഔട്ട്പുട്ട് ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്താണ്? I2, രണ്ടാമത്തെ ഇക്വേഷൻ നോക്കി. I2 is equal to H21 I1 പ്ലസ് H22 V2. അപ്പോൾ നമുക്ക് H22 V2 ഉണ്ട്, അത് ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ I2 is equal to ഇവിടെ നോക്കിയാൽ നമുക്കറിയാം I2 is equal to H21 I1 പ്ലസ് H22 V2. ഇത് I2 is a current term. അപ്പോൾ this term and this term both are current term. IY IX, just term it. അപ്പോൾ ഒരു കറണ്ട് ഇൻറ്റു ഒരു ഫംഗ്ഷൻ കറണ്ട് ഗെയിൻ. അപ്പോൾ നമുക്കതിനൊരു H12നെ നമുക്കൊരു കറണ്ട് സോഴ്സ്, H12 ഇൻറ്റു I2നെ ഒരു കറണ്ട് സോഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. I2 എന്ന് പറയുന്നത് രണ്ട് കറണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് IY, നമ്മൾ കൊടുത്ത IY ആണെങ്കിൽ IY എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു അഡ്മിറ്റൻസ് ആണ്. അഡ്മിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ്. വോൾട്ടേജ് V2 ഇവിടെ ഓൾറെഡി ഉണ്ട്, അതേ ഇൻറ്റു H22 ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടെയുള്ള കറണ്ട് കിട്ടും. ദെൻ ഇത് ഒരു കറണ്ട് സോഴ്സ്, ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ്. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ടെർമിനലിലെ കറണ്ട് I1നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ സിമ്പിളായിട്ട് വരച്ചു. ഫസ്റ്റ് ഇത് ഒരു വോൾട്ടേജ് ആണ്, V1 is equal to H11 I1. അതൊരു വോൾട്ടേജ് ആണ്, ഇംപിഡൻസ് ഇൻറ്റു കറണ്ട് പ്ലസ് ഒരു വോൾട്ടേജ് H12 V2. ഇതൊരു V2 ഒരു വോൾട്ടേജ് ആയതുകൊണ്ട് നമുക്ക് ഇതിനൊരു വോൾട്ടേജ് ഫംഗ്ഷൻ ആയിട്ടാണ് കാണിക്കാൻ പറ്റുക. H12 എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V1 കിട്ടി. അങ്ങനെയാണ് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ആൻഡ് സിമ്മട്രി. കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ആൻഡ് സിമ്മട്രി. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലെ വോൾട്ടേജ്, ഫസ്റ്റ് സൈഡിലെ വോൾട്ടേജ്, ദെൻ സെക്കൻഡ് സൈഡിലെ കറണ്ട്. അപ്പോൾ V1 ആൻഡ് I2 എക്സ്പ്രസ്ഡ് ആസ് എ ഫങ്ഷൻ ഓഫ് I1 ആൻഡ് V2. മെട്രിക്സ് നമുക്ക് എഴുതാം. V1 is equal to H11 I1 plus H12 V2. Similarly, I2 is equal to H21 I1 plus H22 V2. മെട്രിക്സ് എഴുതി V1 I2 equal to
hybrid parameter h11, h12, h21, h22 into I1 V2. ഇനി നമ്മൾ ഇതിനകത്ത് ഓരോ കണ്ടീഷൻ, ആദ്യം I1 ഓർ V2 0 ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനൽ 2 അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടെർമിനൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, ഷോർട്ട് സർക്യൂട്ടഡ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ദിസ് വൺ ഈസ് ഇക്വേഷൻ 1, ഇക്വേഷൻ 2. അവിടുന്ന് ഇക്വേഷൻ 1 നമുക്ക് h11 V2 ആകുമ്പോൾ h11 is equal to V1 by I1 when V2 is equal to 0 കിട്ടി. then h21 is equal to I2 by I1 when V2 is equal to 0 കിട്ടി. പേര് പറഞ്ഞു ഇത് വോൾട്ടേജ് ബൈ, അപ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ്, ഇത് കറണ്ട് ഗെയിൻ ഫോർവേഡ് കറണ്ട് ഗെയിൻ വെൻ ഔട്ട്പുട്ട് ഈസ് ഷോർട്ട് സർക്യൂട്ട്. രണ്ട് സംഭവിക്കുന്ന എപ്പോഴാണ് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന സമയത്തായതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. സിമിലർലി രണ്ടാമത്തെ കേസിൽ നമുക്ക് I1നെ 0 ആക്കാം. I1 കറണ്ട് 0 ആവണമെങ്കിൽ ഓപ്പൺ ആക്കണം, ഇൻപുട്ടിലെ കറണ്ട് ആയതുകൊണ്ട് ഇൻപുട്ട് ടെർമിനൽ ഓപ്പൺ ആക്കണം, ഓപ്പൺ ഇൻപുട്ട് ടെർമിനൽ. ഇക്വേഷൻ 1 നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1 നമുക്ക് I1 0 കൊടുക്കുമ്പോൾ h12 is equal to V1 by V2 എന്ന് കിട്ടും when I1 equal to 0. ഇതൊരു റിവേഴ്സ് വോൾട്ടേജ് ഗെയിനാണ്, ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് when output is ഷോർട്ട് സർക്യൂട്ട്, റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. ഇനി ഇക്വേഷൻ 2 നമുക്ക് h22 കിട്ടും. h22 is equal to I2 by V2. I2 by V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവൻ കറണ്ട് ബൈ വോൾട്ടേജ്, അതായത് അഡ്മിറ്റൻസ് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്തുനിന്ന് പറഞ്ഞിരുന്നത്. ദെൻ ഈക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു. ഫസ്റ്റ് V1 എന്ന് പറയുന്ന ഇക്വേഷൻ അസ്യൂം ചെയ്തിട്ട് ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ രണ്ട് വോൾട്ടേജിൻ്റെ സമ്മാണ്. അപ്പോൾ ഒരു ഇമ്പിഡൻസ് ഉണ്ട് h11, അത് കൂടെ പോകുന്ന കറണ്ട് I1. ദെൻ ഒരു വോൾട്ടേജ് സോഴ്സും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ആ വോൾട്ടേജ് സോഴ്സ് ഒരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സാണ് h12 V2. V2ൽ എന്ത് കറണ്ട് വരുന്നു, വോൾട്ടേജ് വരുന്നു, അത് ഇവിടെ V1നെ എഫക്റ്റ് ചെയ്യും. ദെൻ കറണ്ട് സോഴ്സാണ് ഇവിടെ I2. അത് നമുക്ക് I2 എന്ന് പറയുന്നത് രണ്ട് ബ്രാഞ്ചിലുള്ള കറണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇതിന് h22 അഡ്മിറ്റൻസ് ആണ്. അതേ ഇൻറ്റു ഇവിടുത്തെ വോൾട്ടേജ് V2 ചെയ്ത ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട്. നേരത്തെ നമ്മൾ IX എന്നൊക്കെ പറഞ്ഞു, ഇതിന് IY എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സാണ്. എന്തിന്? h21 എന്ന് പറഞ്ഞ കറണ്ട് ഗെയിൻ ഇൻറ്റു I1. ടെർമിനൽ 1ലെ കറണ്ടിന് ഡിപ്പെൻഡൻ്റ് ആണ്. അതാണ് ഇക്വാലൻറ്റ് സർക്യൂട്ട്. We look into condition for symmetry and reciprocity. ഇനി നമുക്ക് കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ഓഫ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് നോക്കാം. റെസിപ്രോസിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദ റേഷ്യോ ബിറ്റ്വീൻ എക്സൈറ്റേഷൻ ടു റെസ്പോൺസ് ഷുഡ് ബി സെയിം ഈവൺ ഇഫ് വി ചേഞ്ച് ദ എക്സൈറ്റേഷൻ ആൻഡ് റെസ്പോൺസ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് കൺസിഡർ ചെയ്തു. അതിൽ ഇൻപുട്ട് പോർട്ടിൽ നമ്മൾ എക്സൈറ്റേഷൻ കൊടുത്തു, VS എന്ന് പറയുന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്തു, IS. ദെൻ ഔട്ട്പുട്ട് പോർട്ടിൽ റെസ്പോൺസ് നോക്കി, ഇതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഓൾറെഡി കറണ്ട് I2, റെസ്പോൺസ് ഇസ് I2 ഡാഷ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ ഇതിലും എഴുതുന്നത്. അപ്പോൾ V1 is equal to the excitation voltage VS. Output is short circuited, therefore V2 is 0. Response I2 dash is same as I2 but opposite in direction, therefore I2 dash is minus I2. ഇനി H പാരാമീറ്റർ ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫ്രോം H പാരാമീറ്റേഴ്സ് ഇക്വേഷൻസ്. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്താ? V1 is equal to h11 I1 പ്ലസ് h12 V2 ആണ്. ഇതിനകത്ത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V2 0 ആണ്. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VS ആണ്, ഈക്വൽ ടു h11 I1 അവിടെ ഉണ്ട്. അതേമാതിരി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട്, എന്താണ്? I2 is equal to h21 I1 പ്ലസ് h22 V2. ആ ടൈമിന് സിഗ്നിഫിക്കൻസ് ഇല്ല, അപ്പോൾ I2ന് നമുക്ക് മൈനസ് I2 ഡാഷ് എന്ന് പറയാം. h22 I1 സെയിം ആസ് I1 തന്നെ, ശരിയല്ലേ? അപ്പോൾ ഈ ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്ന് പറയാം. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുത്താൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? VS ഈക്വൽ ടു h11 I1 ഡിവൈഡഡ് ബൈ I2 ഡാഷ് ഈക്വൽ ടു h22 I2. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് VS ബൈ I2 ഡാഷ് അല്ലെങ്കിൽ മൈനസ് I2 ഡാഷ് ഇസ് ഈക്വൽ ടു
മൈനസ് H11/H22 എന്ന് കിട്ടും. H21 സോറി 222 അല്ല 21 H21. അപ്പോൾ എക്സൈറ്റേഷൻ ടു റെസ്പോൺസ് റേഷ്യോ കിട്ടി എപ്പോൾ ഒരെണ്ണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇൻ്റർചേഞ്ച് ചെയ്യണം എക്സൈറ്റേഷനും റെസ്പോൺസും. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻപുട്ടിൽ കൊടുന്ന് വെച്ചിരുന്ന വോൾട്ടേജ് VS നമ്മൾ തിരിച്ച് ഔട്ട്പുട്ടിൽ കൊടുന്ന് വെച്ച് കൊടുത്തു. ദെൻ ഇൻപുട്ട് എന്ത് ചെയ്തു, ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പോൾ I1 ഇത് I1 ഡാഷ്, ഔട്ട്പുട്ടിലെ V2 is equal to 0, VS V1 is equal to 0. ഇനി നമുക്ക് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിൻ്റെ ഇക്വേഷൻസിൽ വീണ്ടും നോക്കുക. നമുക്കിവിടെ നോക്കിയറിയാം V1 is equal to 0, VS equal to V2, I1 is equal to minus I1 dash. ഇപ്പോഴത്തെ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് V2 ആണ്, റെസ്പോൺസ് എന്ന് പറയുന്നത് I1 ഡാഷ് ആണ്. അത് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ H പാരാമീറ്റർ ഇക്വേഷൻ അതിലേക്ക് V1 ഈക്വൽ ടു, അപ്പോൾ 0 ഈക്വൽ ടു H11 I1 നമുക്ക് മൈനസ് I1 എഴുതാം, അല്ലെങ്കിൽ ഇപ്പോൾ I1 തന്നെ എടുക്കട്ടെ, പ്ലസ് H12 V2 പകരം VS എന്ന് കൊടുത്തു. ഓക്കെ, ഇത് നമുക്ക് എന്താ എഴുതാം, ഈ പുറത്തോട്ട് പോവും, മൈനസ് I1 ഡാഷ് ആവും. അപ്പോൾ ഇത് നമുക്ക് മൈനസ് I1 ഡാഷ് ആണ് I1 ഈക്വൽ ടു, അല്ലെങ്കിൽ H11 I1 ഡാഷ് ഇസ് ഈക്വൽ ടു H12 VS എന്ന് കിട്ടി. ഓക്കെ, ഓർ VS/I1 ഡാഷ് നമുക്ക് ഇന്ന് കിട്ടും, എന്ത് കിട്ടും, H11 ഡിവൈഡഡ് ബൈ H12 ratio, VS/I1 dash. When these two ratios are same, for reciprocity, first VS/I2 dash should match VS/I1 dash. That means minus of H11 divided by H12 should be is equal to H11 by H12, or H11 cancel ആയി പോകുമ്പോൾ minus H12 should be equal to H21. ഇതാണ് കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി. ഈ നമ്മുടെ ഇപ്പോൾ H11 H12 H21 H22 ഇയാളും H12 H21 ഈക്വൽ ആവണം, പക്ഷെ സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇപ്പോൾ 1 3 -3 2 ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇത് ഈ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് റെസിപ്രോക്കൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. Okay, this is the condition for reciprocity. Next we will look into condition for symmetry. ഇതാണ് നമ്മൾ പറഞ്ഞ condition for reciprocity. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, എക്സൈറ്റേഷൻ ഈസ് ഗിവൺ ടു ദ ഇൻപുട്ട് പോർട്ട്. അപ്പോൾ V1 is equal to VS എന്ന് കിട്ടി. ദെൻ കറണ്ട് ഈസ് സ്റ്റിൽ ദർ, ദെർഫോർ I1 തന്നെ. ഹിയർ I2 ഡാഷ്, റെസ്പോൺസ് I2 ഡാഷ് എന്ന് പറയുന്നത് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു I2, അപ്പോൾ മൈനസ് I2 എന്ന് എഴുതി. അഗെയിൻ നമ്മുടെ രണ്ട് ഇക്വേഷൻ ഉണ്ടായിരുന്നു, മെയിൻ ഇക്വേഷൻ. അതിൽ V1 ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2. Similarly, I2 is equal to H21 I1 plus H22 V2. ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. ആദ്യത്തെ ഇക്വേഷനിൽ V2 0 ആണ്, അപ്പോൾ ഈ ടൈം ഇല്ല. V1 is equal to VS കൊടുത്തു, H11 I1. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ I2 is equal to minus I2 dash equal to H21 I1 plus 0. അത് നമുക്ക് ഇത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റേഷ്യോ ബിറ്റ്വീൻ എക്സൈറ്റേഷൻ VS ആൻഡ് റെസ്പോൺസ് I2 dash is equal to minus H11 and H21. സിമിലർലി രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്തു, വി ഇന്റർചേഞ്ച് ദ റെസ്പോൺസ് ആൻഡ് എക്സൈറ്റേഷൻ ഈസ് ഗിവൺ ടു ദ ഔട്ട്പുട്ട് ടെർമിനൽ. അപ്പോൾ V2 is equal to VS and I2 is there, and again response input side is short circuited to check the response. Therefore V1 is equal to 0, input current I1 is equal to minus I1 dash, response in the just opposite eye, and we put these values in H parameter equations. First one is V1 is equal to 0 equal to H11 I1 plus H12 VS, V2 ന് പകരം VS എന്നാക്കി. ദെൻ ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, റേഷ്യോ ബിറ്റ്വീൻ VS ആൻഡ് I1 ഡാഷ് കണ്ടുപിടിച്ചു. ദിസ് ഷുഡ് രണ്ട് കണ്ടീഷനിലും VS/I1 ഡാഷ് ഈക്വൽ ടു ഈ VS/I2 ഡാഷ്, രണ്ടിലും
എക്സൈറ്റേഷൻ ടു റെസ്പോൺസ് മാച്ച് ആയിരിക്കണം. ആ ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം, H12 ഷുഡ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് H21. അപ്പോൾ മാത്രമേ നമുക്ക് കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി സാറ്റിസ്ഫൈ ആവുള്ളൂ. ഇനി നമുക്ക് കണ്ടീഷൻ ഫോർ സിമ്മട്രി നോക്കാം. ഓക്കെ, now we'll look into condition for symmetry of hybrid parameters. For hybrid parameter symmetry, we should know the some certain condition for Z parameters. So all these symmetries are obtained from Z parameters. From Z parameters, we know that Z11 is an input impedance, that is V1 by I1 when output is short circuited, output is open circuited, I2 is 0. Now replace V1 here with the expression using hybrid parameters. V1 here, V1 we can write H11 I1 plus H12 V2 divided by I1 and substitute I2 equal to 0. Now we will get H11 I1 cancel ആയി പോകും plus H12 V2 by I1. Okay, we know that I2 is 0. If I2 is 0, then hybrid parameter second equation I2 equal to എന്ന് പറഞ്ഞിട്ടുള്ള equation. അപ്പോൾ I2 0 ആവുന്നതുകൊണ്ട് ഈ സമയത്ത് 0 is equal to H21 I1 plus H22 V2 or V2 by I1. From this നമുക്ക് എഴുതാം H22 V2 is equal to minus H21 I1. ഇതിൽ നിന്ന് നമുക്ക് V2 by I1 is equal to minus H21 divided by H22. Okay, now Z11 നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. Z11 equal to H11 replace for V2 and I2. V2 by I1 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് H21 by H22 minus. അപ്പോൾ H11 minus H12 into H21 divided by H22. Okay, and ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ H11 into H22 minus H12 into H22, ഇത് 1 ആണ്. Okay, H12 into H21 divided by H22. ഈ ഒരു ടൈമിന് നമുക്ക് ദിസ് ടൈം H11 H22. അപ്പോൾ നമ്മുടെ ഇതിങ്ങനെ ആലോചിച്ചാൽ മതി, H11 H12 H21 H22. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് അതായത് H11 H22 മൈനസ് H12 H21 ഈക്വൽ ടു ഡെൽറ്റ എച്ച് എന്ന് പറയും. അപ്പോൾ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ H22, where delta H എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്. സിമിലർലി Z നമ്മുടെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിലെ Z22 ഇമ്പിഡൻസ് പാരാമീറ്ററിലെ Z22 അത് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് കറണ്ട് ആണ് വെൻ I1 ഈസ് ഇൻപുട്ട് ഈസ് ഓപ്പൺ സർക്യൂട്ടഡ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം. നമ്മുടെ ഫസ്റ്റ് രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ്, I2 ഈസ് ഈക്വൽ ടു ദിസ് ടൈം I1 0 ആകുമ്പോൾ I2 H പാരാമീറ്റേഴ്സിൻ്റെ ഫസ്റ്റ് ടൈം പോകും, ഈ H22 ഇൻറ്റു V2 or Z22 is equal to V2 by I2. V2 by I2 എന്നുള്ളതിന് നമുക്ക് V2 by I2 ഇവിടെ നമുക്ക് എന്ത് എഴുതാം, 1 by H22 എന്ന് എഴുതാം when I1 is equal to 0. അപ്പോൾ സിമിലർലി Z22 equal to V2 by I2 നമുക്ക് 1 by H22 എന്ന് എഴുതാം. ഫോർ സിമ്മട്രി Z പാരാമീറ്റേഴ്സിന് ഫോർ സിമ്മട്രി നമുക്ക് എന്താ അറിയാം, Z11 ഷുഡ് മാച്ച് Z22. അപ്പോൾ ഹിയർ Z22 is equal to 1 by H22 and Z11 നമുക്ക് delta H by H22.
ഇത് രണ്ടും ഈക്വൽ ആവണം. Z11 ഷുഡ് മാച്ച് Z22. കണ്ടീഷൻ എപ്പോഴാണ് 1/H22 ഷുഡ് ബി ഈക്വൽ ടു ഡെൽറ്റ H/H22. H22 ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് ഫോർ സിമ്മട്രി ഡെൽറ്റ എച്ച് ഷുഡ് ബി ഈക്വൽ ടു 1. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H11 H122 ഡിവൈഡഡ് ബൈ H12 H21 ഈക്വൽ ടു 1. ഡിറ്റർമിനൻ്റ് ഓഫ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് should be equal to 1. This is the condition for symmetry. നമുക്ക് ഒന്നും കൂടി നോക്കാം. Condition for symmetry of hybrid parameter is obtained from Z parameters. അപ്പോൾ Z11 input open circuit input impedance, അതായത് open input voltage by output voltage when output current is 0. Then നമ്മൾ എന്ത് ചെയ്തു, V1 പകരം നമ്മുടെ H പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ V1 is equal to H11 I1 plus H12 V2 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു ഹിയർ. ദെൻ ഡിവൈഡഡ് ബൈ I1 അവിടെ കിടന്നു. ദെൻ H11 I1 ഡിവൈഡഡ് ബൈ I1 H11 പ്ലസ് H12 V2 ബൈ I2. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഈ സമയത്ത് I2 0 ആണ്. അപ്പോൾ 0 is equal to I2 is equal to H21 I1 plus H22 V2. ഓക്കെ, ഈ സമയത്ത് നമ്മൾ ഇതിന്ന് V2 ബൈ I1 എത്രയാണെന്ന് കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V2 ബൈ I1 കണ്ടുപിടിച്ചു. അത് Z11ൻ്റെ എക്സ്പ്രഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് Z11 is equal to ഡെൽറ്റ എച്ച് ബൈ H22 എന്ന് കിട്ടി. സിമിലർലി രണ്ടാമത്തെ സംഭവം Z22 എന്ന് പറഞ്ഞാൽ V2 ബൈ I2 വെൻ I1 ഈക്വൽ ടു 0. ഇതിനകത്ത് I1 ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മുടെ H പാരാമീറ്ററിൻ്റെ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. I1 ഈക്വൽ ടു 0, അതായത് I2 ഈക്വൽ ടു H21 I1 പ്ലസ് H22 V2 എന്നുള്ള H പാരാമീറ്റർ രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഇത് 0 ആയിപ്പോയി. അതിന് നമുക്ക് H22 ഈക്വൽ ടു I2 ബൈ V1 എന്ന് കിട്ടി. അതിന് നമ്മൾ എന്ത് ചെയ്തു, V2 ബൈ I2 എത്രയാണെന്ന് കണ്ടുപിടിച്ച് 1/H22 ആണ്, അതിവിടെ എഴുതി. ഇനി രണ്ടും ഇക്വേറ്റ് ചെയ്തു. ഫോർ സിമ്മട്രി കണ്ടീഷൻ H11 ഷുഡ് ബി ഈക്വൽ ടു Z11 ഷുഡ് ബി ഈക്വൽ ടു Z22. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി, ഡെൽറ്റ എച്ച് ഷുഡ് ബി 1 ഫോർ സിമ്മട്രി. റെസിപ്രോസിറ്റി നമ്മൾ കണ്ടു പറഞ്ഞിരുന്നു H21 ഷുഡ് ബി ഈക്വൽ ടു മൈനസ് H21. അപ്പോൾ ഈ പറഞ്ഞ നാല് പാരാമീറ്റേഴ്സിൻ്റെയും കണ്ടീഷൻ ഫോർ സിമ്മട്രി ആൻഡ് റെസിപ്രോസിറ്റി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് Z പാരാമീറ്റേഴ്സിൻ്റെ റെസിപ്രോസിറ്റിക്ക് എന്തായിരുന്നു, Z12 ഷുഡ് മാച്ച് Z21 ആൻഡ് സിമ്മട്രി Z11 ഷുഡ് ഈക്വൽ ടു Z22. ദെൻ Y പാരാമീറ്റേഴ്സിൻ്റെ ഇതേമാതിരി തന്നെ Y12 or Y12 ഷുഡ് ഈക്വൽ ടു Y21, Y11 ഷുഡ് ബി ഈക്വൽ ടു Y22. ദെൻ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സിൻ്റെ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് AD മൈനസ് BC, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1 ആൻഡ് A ഈക്വൽ ടു D ഫോർ സിമ്മട്രി. സിമിലർലി H പാരാമീറ്റേഴ്സിനെ നമ്മൾ പറഞ്ഞു H12 should be is equal to minus H21 and for symmetry delta H equal to 1. ഈ പറഞ്ഞ നാല് conditions are very important and their derivation is also important. We have discussed all of them. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് ഷുവറായിട്ടും ഉണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. ഓക്കെ, സോ യു നീഡ് ടു റൈറ്റ് ആൻഡ് സ്റ്റഡി on by heart all these equation problems. They may ask to check whether the network is symmetrical or reciprocal. Okay, അപ്പോൾ ഈ കണ്ടീഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം, ഡെറിവേഷനും നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, in next class we will do different problems regarding hybrid parameters and interrelation between different two-port parameters. Okay, thank you.